പ്രിയപ്പെട്ടവരെ, ഇലക്ഷൻ എക്സ്പ്രസിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ പതിവ് പോലെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വെളിച്ചത്തിൽ നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഞങ്ങൾ നടത്തുന്നത്. എൻ്റെ അടുത്ത് പ്രിയപ്പെട്ട ജോയലുമുണ്ട്. ജോയലാണ് പ്രധാനപ്പെട്ട വിശകലനങ്ങളൊക്കെ നടത്തി വരുന്നത് നമുക്ക് വേണ്ടി. ഇന്നും നമ്മൾ 4 മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്, അല്ലേ ജോയൽ? ഇന്നിപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാസർഗോഡേക്ക് പോകും. കഴിഞ്ഞ തവണ കണ്ണൂരിൽ നിന്ന് തുടങ്ങി, ഇത്തവണ കാസർഗോഡ് ആയിക്കോട്ടെ. കാസർഗോഡിലെ ഏറ്റവും അറ്റത്തുള്ള മണ്ഡലം മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കാം. അതെ, എന്താണ് മഞ്ചേശ്വരത്തെ കുറിച്ച്? മഞ്ചേശ്വരം വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മണ്ഡലമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയും. അതെ, മഞ്ചേശ്വരം വളരെയധികം മത്സരം നടക്കുന്ന, BJPക്ക് വളരെയധികം സ്വാധീനമുള്ള, അതേപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും വളരെയധികം സ്വാധീനമുള്ള നിയോജക മണ്ഡലമാണ് ഈ മഞ്ചേശ്വരം നിയോജക മണ്ഡലം എന്നൊക്കെ പറയാൻ സാധിക്കും. ഈ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ 2 തവണത്തെ ഭൂരിപക്ഷം പോലും അതാണ് നമുക്ക് മുമ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. 2016 ഇലക്ഷനിൽ കെ സുരേന്ദ്രൻ തോറ്റത് വെറും 89 വോട്ടുകൾക്കായിരുന്നു. അതിനുശേഷം നടന്ന 2021 ഇലക്ഷനിൽ ഹെലികോപ്റ്റർ കൊണ്ട് കെ സുരേന്ദ്രൻ കോന്നിയും മഞ്ചേശ്വരവും മാറി മാറി വന്ന് ആ ഒരു തെരഞ്ഞെടുപ്പിൽ നെക്ക് ടു നെക്ക് മത്സരമായിരുന്നു. AKM അഷ്റഫിനെതിരെ കെ സുരേന്ദ്രൻ തോറ്റത് അത് 800 വോട്ടുകൾക്കായിരുന്നു. നമുക്ക് പറയാൻ സാധിക്കും വളരെയധികം ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ മഞ്ചേശ്വരം നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഈ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലും പണ്ട് കാലം മുതലേ BJP പലപ്പോഴും 2ാം സ്ഥാനത്ത് വരുന്ന നിയോജക മണ്ഡലമായിരുന്നു. എനിക്കൊന്ന് 2006 മാത്രമാണ്, 2006 VS തരംഗത്തിൽ മാത്രമാണ് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വലിയൊരു വോട്ടും ആ ഒരു തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് മഞ്ചേശ്വരം ഒന്ന് മാറി ചിന്തിച്ചത്. ഇന്നത്തെ ഉദുമ MLA ആയിട്ടുള്ള കുഞ്ഞമ്പു ആയിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച LDF. കുറേ വർഷങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ LDFന് ഒരു നല്ല വിജയം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് 2006 തെരഞ്ഞെടുപ്പായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ, ഒരു ബൈറ്റിൽ ഞാൻ കേട്ടതാണ്, ഈ 2006 ഇലക്ഷനിൽ LDFന് അനുകൂലമായി തരംഗം വന്നത് മാത്രമല്ല, ഈ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യേണ്ട ആളുകൾ മുസ്ലിം ലീഗിന് ആ തവണ വോട്ട് ചെയ്യാതിരുന്നതും പിന്നെ വേറൊരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചതും കൊണ്ടാണ് ഈ 2006 ഇലക്ഷനിൽ അദ്ദേഹം അവിടെ ജയിച്ചത്. പിന്നെ 2011 എത്തിയപ്പോൾ സാഹചര്യങ്ങൾ മാറി. 2011 എത്തിയപ്പോൾ അവിടെ UDF കാൻഡിഡേറ്റ് വളരെ വ്യക്തമായ ഒരു വിജയം നേടി. പക്ഷേ 2016 എത്തിയപ്പോൾ കെ സുരേന്ദ്രൻ പിന്നെ മത്സരിച്ചപ്പോൾ മണ്ഡലം പിന്നെയും ടൈറ്റായി. മണ്ഡലം ടൈറ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ BJPക്ക് നരേന്ദ്രമോദിയൊക്കെ വന്ന നേമത്ത് BJP വിജയിച്ച ഒരു പല BJP വിജയിക്കേണ്ടിയിരുന്ന പല മണ്ഡലങ്ങളിലും വളരെ ക്ലോസ് ആയി ഒരു ഇലക്ഷൻ പോയൊരു കാഴ്ചയായിരുന്നു നമുക്ക് ആ തവണ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ വെറും ഒരു 89 വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രൻ ആ നിയോജക മണ്ഡലത്തിൽ തോറ്റത്. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സാഹചര്യം. അപ്പോഴും ഒരു ക്ലോസ് ഫൈറ്റ് ആയിരുന്നു അവിടെ. പക്ഷേ AKM അഷ്റഫ് എന്നൊരു യുവ കാൻഡിഡേറ്റിനെ നിർത്തിയിട്ട്, അതായത് ആ സമയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പോലും ഉപതെരഞ്ഞെടുപ്പിൽ അന്നത്തെ IUMLന്റെ കാൻഡിഡേറ്റ് വിജയിച്ചു. പക്ഷേ അദ്ദേഹം പിന്നീട് ഒരു വിവാദത്തിൽ അദ്ദേഹം ജയിലിൽ പോവുകയുണ്ടായി. അപ്പോൾ ജ്വല്ലറി വിഭാഗത്തിൽ അദ്ദേഹം ജയിലിൽ പോവുകയുണ്ടായി. അതിനുശേഷം വന്ന ഇലക്ഷനായിരുന്നു 2021 ഇലക്ഷൻ. അപ്പോൾ പോലും AKM അഷ്റഫിന്റെ അന്നത്തെ ഒരു യുവ നേതാവ് എന്നൊരു മണ്ഡലത്തിനെ വളരെ ആഴത്തിൽ അറിയുന്ന ഒരു യുവ നേതാവിന്റെ ഒരു ജനപ്രീതി കൊണ്ട് മാത്രമാണ് ആ മണ്ഡലത്തിൽ IUML ചെയ്യുന്നത്. പിന്നെ എല്ലാ ഇലക്ഷനിലും അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വിജയിക്കാൻ വേണ്ടിയിട്ട്, അതേസമയം BJP വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് LDFന്റെ ഒരു ചെറിയ വിഭാഗം വോട്ടുകൾ പോലും പലപ്പോഴും ഈ UDFന് അനുകൂലമായി വരുന്നുണ്ട് എന്ന് പറയുന്നൊരു നിയോജക മണ്ഡലമാണ് ഈ മഞ്ചേശ്വരം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. BJP ഇപ്പോൾ കടന്നു കയറുന്നത് UDFന്റെ വോട്ട് ബേസിൽ മാത്രമല്ല, LDFന്റെ വോട്ട് ബേസിലും വളരെ ശക്തമായി BJP ഇപ്പോൾ കടന്നു കയറുന്നുണ്ട്. അതായിരിക്കും 2026 ഇലക്ഷൻ്റെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ BJP കടന്നുകയറ്റം, അതായത് LDF വോട്ട്, അത് ഒന്നാമത് BJP ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രയോഗത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം BJP ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ കടന്നു കയറിയിട്ടുള്ള LDFന്റെ ഇടയിൽ കടന്നു കയറിയിട്ടുള്ള വോട്ടുകൾ, ആ വോട്ടുകൾ അതെന്തുമാത്രമുണ്ട്, അല്ലെങ്കിൽ ആ വോട്ടുകളും AKM അഷ്റഫിൻ്റെ ഒരു പോപ്പുലാരിറ്റിയും പിന്നെ ഇത്തവണ ഉണ്ടാകുന്ന UDFന് അനുകൂലമെന്ന് നാം പ്രതീക്ഷിക്കുന്ന മുസ്ലിം കൺസോൾട്ടേഷൻ, ഇതെല്ലാം തന്നെയായിരിക്കും മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിനെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. സപ്തഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മഞ്ചേശ്വരത്ത് പക്ഷേ
കെ മഷ്റഫിൻ്റെ ഗുണം ഭാഷ നന്നായി അറിയാം. കന്നഡയും അതുപോലെ തന്നെ മലയാളം ഒരുപോലെ സംസാരിക്കാൻ പറ്റുന്ന ആളാണ്. പ്രവാസികളുടെ ഇടയിലൊക്കെ വളരെ പോപ്പുലർ. വളരെ പോപ്പുലർ. നമ്മൾ ഈ ശിരൂരിൽ അപകടമുണ്ടായ സമയത്ത് പോലും കർണാടകയിൽ പോയി കേരളത്തിന് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുകയും ഇവിടുത്തെ ആൾക്കാരുമായി സംവദിക്കുകയും ചെയ്തത് ഈ കെ മഷ്റഫ് എന്ന MLA ആയിരുന്നു. അതുപോലെ തന്നെ MLA ഈ 5 വർഷത്തിനിടയിൽ നല്ല രീതിയിൽ ആ മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എല്ലാം വളരെ ഒരു എൻ ബ്ലോക്കായിട്ട് വരുമ്പം പോലും ഈ മണ്ഡലത്തിൽ സംഭവിക്കുന്നത് BJPയുടെ വോട്ട് ബേസ് അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഒരു തവണയും കൂടെ കെ സുരേന്ദ്രൻ വരികയും അതേസമയം LDFന്റെ വോട്ടുകൾ BJPയിലേക്ക് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ BJPയും വിജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവവും ഘടനയും ഒക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ IUML നേരിയ ഭൂരിപക്ഷം വളരെ ടഫായിട്ടൊരു മത്സരമായിരിക്കും. നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഒരു ട്രെൻഡുണ്ട് UDFന് അനുകൂലമായിട്ട്. അത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എപ്പോഴും ഒരു നാവിഗേഷനാണ്. ഇപ്പം ഞാൻ ഈ പല എപ്പിസോഡുകളിലും പറയുന്നൊരു കാര്യം UDFന് ട്രെൻഡുണ്ടെന്ന് പറയും. പക്ഷേ ഇത് നമ്മൾ ഈ എപ്പോഴും അപ്പം എന്നോട് പലരും ചോദിക്കുന്നത് എന്നാൽ 2010 നിയമസഭാ ഇലക്ഷന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ടൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു 72 സീറ്റിൻ്റെ അധികാരത്തിൽ മാത്രമാണല്ലോ UDF ജയിച്ചതെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കി കണ്ടൊരു സംഭവം LDF അല്ലെങ്കിൽ CPM എപ്പോഴും തിരുത്തുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ ഈ 2010ലെയും 2011 ഇലക്ഷനുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2010 ഇലക്ഷന് ശേഷം LDFന് ഒരു 6 മാസം ഉണ്ടായിരുന്നു. ഈ 6 മാസത്തിനുള്ളിൽ പല സംഭവങ്ങളും കേരളത്തിൽ സംഭവിച്ചു. കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസ് പിന്നെയും ഒന്നും കൂടെ പൊങ്ങി വന്നതും അതേസമയം ഇടമലയാർ കേസിൽ കെ ബാലകൃഷ്ണപിള്ള അറസ്റ്റിലായതും VS അച്യുതാനന്ദൻ്റെ പ്രചരണത്തിനിടയ്ക്ക് ഒരു പോപ്പുലറായിട്ടുള്ള ഡയലോഗ് ഉണ്ട്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രായത്തെ പറ്റി പറഞ്ഞപ്പോൾ തല നരയ്ക്കുന്നതല്ല എൻ്റെ തല നരയ്ക്കാത്തതാണ് എൻ്റെ യൗവനം, അത് യുവത്വം. അത് ഞാൻ പറഞ്ഞ കറക്റ്റാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് അതൊക്കെ ഭയങ്കര പോപ്പുലറായി വന്നൊരു ഇലക്ഷനായിരുന്നു ഈ 2011 ഇലക്ഷൻ. അപ്പോൾ പോലും UDFന്റെ ഒരു ട്രെൻഡ് വന്നതുകൊണ്ട് അല്ലെങ്കിൽ CPM വിജയിക്കേണ്ട എന്ന് CPMൽ പലരും തന്നെ ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കും 2011 ഇലക്ഷനിൽ ഒരു തുടർഭരണം ഉണ്ടാകാതെ പോയത്. മഞ്ചേശ്വരം വളരെ ടഫാവുന്നൊരു മണ്ഡലമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ കൂടെ കാട്ടി വെച്ചത് 2010-11 പോലെയല്ല 2025-26 എന്ന് പറയുന്നത്. കാരണം ഒരുപാട് തിരുത്താനുള്ള സമയമില്ല. ഒരു 3 മാസത്തെ ഗ്യാപ്പിലാണ് ഈ കൊറോണയ്ക്ക് ശേഷം കഴിഞ്ഞ പ്രാവശ്യം വന്ന ഇലക്ഷൻ്റെ ഒരു വലിയ അപജയം എന്ന് പറയുന്നത് തന്നെ 3 മാസം ഗ്യാപ്പ് മാത്രമേ വരുന്നുള്ളൂ. ഏത് മുന്നണിക്കായാലും തിരുത്താനൊരു സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ്, അത് ഞാൻ ട്രെൻഡിൻ്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് വ്യക്തമായിട്ടും UDFന് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം ഇത്തവണ ട്രെൻഡ് ഇതായതുകൊണ്ട് UDFൻ്റെ കൂടെ നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ BJPക്ക് പോകുന്ന LDF വോട്ടുകൾ വളരെ ശക്തമായ ഒരു ഇതുകൊണ്ട് എന്നാലും UDF തന്നെയായിരിക്കും വിജയിക്കാൻ സാധ്യത കൂടുതൽ. നമ്മൾ സംസാരിച്ചത് മഞ്ചേശ്വരത്തെ കുറിച്ചാണ്. അടുത്ത മണ്ഡലം നമുക്കറിയാം തുറമുഖ നഗരമായ കോഴിക്കോടുള്ള ബേപ്പൂരിൽ ആരായിരിക്കും കപ്പിത്താൻ എന്നതാണ്. മുഹമ്മദ് റിയാസ് തന്നെയായിരിക്കുമോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ബേപ്പൂരിലെ UDF കാൻഡിഡേറ്റിനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, PV അൻവറാണ്. അതെ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഡയലോഗാണ് മരുമോനിസത്തിനെതിരെ, പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരെയാണ് എൻ്റെ മത്സരം എന്നത്. അതെ, അത് വ്യക്തമായും ആ ഒരു മത്സരം തന്നെയായിരിക്കും ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. PV അൻവർ പക്ഷേ നമുക്ക് ഒട്ടും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ മുഹമ്മദ് റിയാസ് മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് റിയാസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളെപ്പോഴും നോക്കണം. ഈ മരുമോനിസം എന്നൊന്നും പറയുന്നൊന്നും അവിടെ അങ്ങനെ വർക്കൊന്നും ആവില്ല. കോഴിക്കോട്ട് തന്നെ ജനിച്ച് വളർന്ന് കോഴിക്കോട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഭാഗമായി DYFയുടെ അഖിലേന്ത്യാ നേതാവ് പോലുമായ വ്യക്തിയാണ് ഈ PM മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത്. ഒരു കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിനെ പിണറായി വിജയൻ്റെ മരുമോനായെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെയൊന്നും നമ്മൾ ഒട്ടും തള്ളിക്കളയേണ്ടതായിട്ടുള്ള സംഭവമല്ല. നമ്മൾ ഓർക്കേണ്ട പറയുന്ന കാര്യം, അദ്ദേഹം ഈ മരുമോനാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം 2009 ഇലക്ഷനിൽ MK രാഘവനെതിരെ മത്സരിച്ചു. വളരെ ചെറിയ വോട്ടുകൾക്കാണ് അത്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ വോട്ടുകൾക്ക് ഇന്ത്യയിൽ തന്നെ വിജയിക്കുന്ന കാൻഡിഡേറ്റ്സിൽ ഒന്നായിരുന്നു MK രാഘവൻ. പിന്നെ അദ്ദേഹം അവിടുത്തെ രാഘവേട്ടനൊക്കെ ആയി ഇതൊരു വേറൊരു ചരിത്രമാണ്. എന്നാൽ പോലും അദ്ദേഹത്തിന് അത്രത്തോളം രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ഈ മരുമോനിസം വെച്ചിട്ടാണ് PV അൻവർ അവിടെ വോട്ട് ചോദിക്കുന്നതെങ്കിൽ അതൊരു നെഗറ്റീവ് വോട്ടായിട്ട് മാറും. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ കേരളത്തിലെ സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് വോട്ട് ചോദിക്കുന്നതെങ്കിൽ അത് PV അൻവറിന് ഒരു ഫാക്ടറാണ്. കാരണം ഈ PV അൻവർ LDFന്ന് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം പല കാര്യങ്ങൾ
ജനങ്ങൾക്കിടയിൽ പറയുകയുണ്ട്. അത് ഒരു പക്ഷേ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടും കൂടെയാണ് ഇപ്പം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തതെന്ന് നമുക്ക് വേറൊരു രീതിയിൽ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത് സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ UDF അനുകൂലമായി നിൽക്കുന്നതിൻ്റെ വേറൊരു ഫാക്ടർ PV അൻവറും കൂടെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അദ്ദേഹം ആരോപിച്ച പ്രീണന രാഷ്ട്രീയം, അത് ഹിന്ദു പ്രീണന രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടാണ് ഈ PV അൻവർ LDF വിട്ടിട്ട് പിന്നെ പയ്യെ UDFന്റെ ഭാഗമായിട്ട് മാറിയത്. അപ്പം ഈ PV അൻവർ റീൽസ് ഇപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ 1-2 റീൽസ് ബേപ്പൂരിനെ പറ്റിയിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന് റിയാസിന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആയിട്ടുണ്ട്. 1-2 റീൽസും ഒക്കെ ദിവസം ഇടുന്നുണ്ട്. ബേപ്പൂരിൽ പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ 5 വർഷം, പക്ഷെ വേറൊരു കാര്യമുണ്ട്, കഴിഞ്ഞ 45 വർഷമായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF തന്നെയാണ്. അപ്പം ഈ 45 വർഷത്തിൻ്റെ ഒരു വികസനം അവിടെ വന്നിട്ടുണ്ടോ? ഒരു മുന്നണി തന്നെ ഒരുമിച്ച് ഭരിച്ചിട്ട് ഈ 45 വർഷത്തിൻ്റെ ഒരു വികസനം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര പ്രകടമായി കാണാൻ സാധിക്കില്ല. അതേസമയം കേരളത്തിൽ ആകമൊത്തുള്ള ഹൈവേ വികസനത്തിലുണ്ടായ ഒരു ഇമേജ് മുഹമ്മദ് റിയാസ്, അത് തന്നെ വേറൊരു അത് അദ്ദേഹത്തിന് ഇടയ്ക്കൊരു സമയത്ത് അതൊരു നെഗറ്റീവായി അത് ഒരു പൊളിഞ്ഞു വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പം ഈ നാഷണൽ ഹൈവേ അദ്ദേഹം നേരെ കൊണ്ടുപോയി കേന്ദ്രത്തിന്റെ തലയിൽ വെച്ചു. അങ്ങനെ ഒരു വലിയ മിസ്റ്റേക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ ചോദ്യമായി, നാഷണൽ ഹൈവേ ആരാ ചെയ്യുന്നത്, കേന്ദ്രമാണോ കേരളമാണോ ചെയ്യുന്നത്? അതൊക്കെ ഒരു ചെറിയൊരു പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ വളരെ ടൈറ്റായിട്ട് ഇപ്പം നമ്മൾ പിന്നെ നോക്കേണ്ടത് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ 2 മുനിസിപ്പാലിറ്റി UDF ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതുമാത്രമല്ല ഈ കോർപ്പറേഷനുകളിൽ ഇപ്പോഴും കോർപ്പറേഷനിൽ കൂടുതൽ വാർഡുകളിലും LDFന് ലീഡെന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും ഒരു പരിധി വരെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു പരിധി വരെ UDFന് ഇത്തവണ സീറ്റുകൾ, പ്രത്യേകിച്ച് ബേപ്പൂർ നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന കോർപ്പറേഷനുകളിൽ കഴിഞ്ഞ തവണത്തിനെക്കാട്ടിലും മെച്ചമായിട്ട് UDFനും സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഈ ഡീലിമിറ്റേഷൻ ഇവിടെ ഒരു പോയിന്റാണ്. UDFകാർ കാണാത്തതും LDFകാർ കണ്ടിട്ടും കണ്ണടച്ചു. ഞാൻ വേറൊരു മണ്ഡലത്തെ പറ്റി പറഞ്ഞപ്പോൾ അത് പറഞ്ഞായിരുന്നു, ബാലുശ്ശേരി എന്ന് തോന്നുന്നു. ഈ മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷം ഈ പേരിലുള്ള കുറച്ച് നിയോജക മണ്ഡലങ്ങൾ LDFകാർ ജയിക്കട്ടെ എന്ന് വിചാരിച്ച് UDFകാർ മാറ്റി വെക്കുന്ന കുറച്ച് മണ്ഡലങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൽ അങ്ങനെ പൂർണ്ണമായിട്ടും പെടത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു 2001 ഇലക്ഷനിലാണെന്ന് തോന്നുന്നു ഈ 5000 വോട്ടുകൾക്കാണ് അന്നത്തെ അയ്യൂമൽ സ്ഥാനാർത്ഥി, എനിക്ക് വ്യക്തമായിട്ട് ഉറപ്പില്ല, 5000 2001 2011 5000 വോട്ടുകൾക്കാണ് അന്നത്തെ അവിടുത്തെ LDF സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. അന്ന് ഒരു 2001 അന്നൊരു പഞ്ചായത്ത് ഉണ്ടായിരുന്നു, പഞ്ചായത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, 5000 വോട്ടുകൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് LDFന് ഭൂരിപക്ഷം കൊടുക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു അതെന്ന് പറഞ്ഞു. ആ പഞ്ചായത്ത് വേറൊരു നിയോജക മണ്ഡലത്തിലേക്ക് മാറിയുണ്ട്. അതൊരിക്കലും UDFകാർ കണ്ടിട്ടില്ല. ഇപ്പം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വിധി വന്നതിന് ശേഷമാണ് പലരും ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ മണ്ഡലം ടൈറ്റാവും. കാരണം ഒരു മുസ്ലിം കൺസൾട്ടേഷൻ ഒരു വലിയ PV അൻവർ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടൊരു മുസ്ലിം കൺസൾട്ടേഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു പരിധി വരെ നമ്മൾ ഈ മരുമോനിസം എന്നൊന്നും പറയുന്നില്ലെങ്കിലും LDF സർക്കാരിന് വന്നിട്ടുള്ള വീഴ്ച, അല്ലെങ്കിൽ പിണറായിക്ക് വന്നിട്ടുള്ള വീഴ്ചകൾ, പിണറായി വിജയൻ സർക്കാരിന് വന്നിട്ടുള്ള രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് വന്നിട്ടുള്ള വീഴ്ചകൾ ഒരു പരിധി വരെ മുഹമ്മദ് റിയാസിനെ എന്ന രാഷ്ട്രീയക്കാരനെ അല്ല വ്യക്തിപരമായി രാഷ്ട്രീയപരമായി ബാധിക്കുന്ന ഒരു കാര്യം. വ്യക്തിപരമായി അദ്ദേഹത്തിന് ബാധിക്കില്ല, പക്ഷെ രാഷ്ട്രീയപരമായി ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരു പക്ഷേ ബാധിക്കാമെന്ന് നമുക്കാണ് പറയാം. വളരെ ടൈറ്റ് ആയിട്ടൊരു മത്സരം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമായിരിക്കും ബേപ്പൂർ എന്ന് പറയുന്നത്. ബേപ്പൂർ എന്ന മണ്ഡലം നമുക്കറിയാം, PV അൻവറും ഈ പറഞ്ഞ പോലെ മുഹമ്മദ് റിയാസുമായിരിക്കാം സാധ്യതകൾ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ നിലമ്പൂരിൽ നേരത്തെ മത്സരിച്ച് പരാജയപ്പെട്ട സ്വരാജ് കഴിഞ്ഞ തവണ മത്സരിച്ച മറ്റൊരു മണ്ഡലം തൃപ്പൂണിത്തുറ. നമുക്ക് തൃപ്പൂണിത്തുറയിലേക്ക് ഒന്ന് പോകാം. തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ ബാബുവാണ് അവിടുത്തെ MLA. എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? ഇപ്പോൾ BJP വളരെ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതെ, ബാബുവേട്ടൻ്റെ തൃപ്പൂണിത്തുറ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഞാൻ പറവൂർ മണ്ഡലത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. LDFന് ഏറ്റവും കൂടുതൽ സ്ട്രോങ് പേസ് ഉള്ള ഒരു നിയോജക മണ്ഡലം എറണാകുളം ജില്ലയിൽ അത് പറവൂരാണ്. പക്ഷെ പറവൂരിന് ശേഷം വരുന്നത് അത് തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയ്ക്ക് ഇപ്പോഴും വ്യക്തമായ ഇടതു സ്വാധീനമുണ്ട്. 2011 ഡീലിമിറ്റേഷന് ശേഷം തൃപ്പൂണിത്തുറയുടെ ഇടതു സ്വാധീനം കൂടുകയാണ് ചെയ്തത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. പക്ഷേ കെ ബാബു എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിലായിരുന്നു 2011 10,000 വോട്ടുകൾക്ക് മുകളിൽ അദ്ദേഹം വിജയിച്ചത്. 2011 ശേഷം 2016 വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കുറേയൊക്കെ മന്ത്രിയായതിനു ശേഷം
നഷ്ടപ്പെട്ടുവെങ്കിൽ 3000 വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുകയുണ്ടായിട്ടുള്ളത് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എം സ്വരാജ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് വളരെ പോപ്പുലർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളിലെ പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം അവിടുത്തെ ഈ ഒരു പുതിയ മുഖം എന്നുള്ള രീതിയിൽ LDFകാർക്ക് അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു നേതാവ് എന്ന രീതിയിലും ഈ കെ ബാബുവിന്റെ ഒരു കോട്ട പൊളിക്കുക അല്ലെങ്കിൽ കെ ബാബുവിന്റെ ഒരു വീക്ക് സൈഡിൽ നിന്നിരുന്ന സമയത്ത് സ്വരാജ് കയറി വരികയും സ്വരാജ് അവിടെ വിജയിക്കുകയാണ് ചെയ്തത്. 5 വർഷം സ്വരാജ് നല്ലൊരു MLA ആയിരുന്നു. അത് നമ്മൾ വ്യക്തമായിട്ട് പറയേണ്ട കാര്യമാണ്. പക്ഷേ ഈ കെ ബാബുവിനെ പറ്റിയിട്ട് അവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നത് ബാബുവേട്ടൻ എല്ലായിടത്തും ഉണ്ട്. കല്യാണ വീടുകളിലും മരിച്ച വീടുകളിലും എല്ലായിടത്തും കെ ബാബു നിറഞ്ഞ സാന്നിധ്യമാണ്. നമ്മൾ 91 മുതൽ 91 വരെയുള്ള കെ ബാബു മത്സരിക്കുന്നതിന് മുമ്പ് വരെയുള്ള മണ്ഡലത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൃപ്പൂണിത്തറ കൂടുതലും വിജയിച്ചിട്ടുള്ളത് LDF ആണ്. അത് ലോറൻസ് പോലും ഒരു സമയത്ത് മത്സരിക്കാൻ എന്നൊക്കെ വിചാരിച്ച് അല്ലെങ്കിൽ എനിക്കൊന്ന് മത്സരിച്ചിട്ടുണ്ടെന്ന് പോലും തോന്നുന്നു. ആ ഒരു നിയോജക മണ്ഡലമായിരുന്നു ഈ തൃപ്പൂണിത്തറ എന്ന് പറയുന്നത്. ആ തൃപ്പൂണിത്തറയിൽ കെ ബാബു വന്നതിന് ശേഷമാണ് ഒരു മാറ്റം മാറിയത്. ഈ മണ്ഡലത്തിന്റെ സ്വഭാവം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എടുക്കുന്ന 2 പേർക്കും ടൈറ്റായിട്ടാണ് മനസ്സിലാവുന്നത്. പിന്നെ ഈ മണ്ഡലം എടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയേണ്ടത് BJPയുടെ സ്വാധീനം. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. BJPക്ക് കഴിഞ്ഞ ഈ 2014 ശേഷം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് ബേസ് വന്നൊരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഈ തൃപ്പൂണിത്തറയാണ്. പിന്നെ കഴിഞ്ഞ തവണ അവിടെ കെ ബാബു നിസ്സാര വോട്ടുകൾക്കാണ് 1000-ൽ താഴെ വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. അത് പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആയി അയ്യപ്പൻ്റെ പേരിൽ. പിന്നെ സ്വരാജിന് LDFന്റെ ആളുകൾക്കിടയിൽ ഭയങ്കര പോപ്പുലർ ആണെങ്കിൽ ആ മണ്ഡലത്തിൽ വന്നപ്പം കെ ബാബുവായിട്ടായിരുന്നു കമ്പാരിസൺ വന്നത്. കെ ബാബു എന്ന് പറയുന്ന ബാബു ചേട്ടൻ എല്ലാ വീടുകളിലും വരും, എല്ലാവരുമായിട്ടും സംസാരിക്കും. ഒരു പരിചയമില്ലാത്തവരോട് പോലും ആ മോനെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്ന ഒരാളുടെ ഇടയ്ക്ക് കുറച്ചൊക്കെ പാർട്ടിയുടെ കാർക്കശ്യവും അല്ലെങ്കിൽ പാർട്ടി നിലപാടുകളിൽ നിന്ന് മലപ്പുറം എന്ന UDF കോട്ടയിൽ നിന്നാണ് UDF കോട്ടയിൽ നിന്ന് അവിടെ നിന്ന് LDFന്റെ മൂല്യങ്ങൾ വിശ്വസിച്ച് ആ മൂല്യങ്ങൾക്ക് വേണ്ടി നിന്ന ഒരാൾ, ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരാൾക്ക് ചെറിയ തോതിൽ ഒരു ബലപ്പെടുത്തം ഉണ്ടാകും. ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങൾ, ഒരുപാട് വികസനങ്ങൾ ചെയ്തെങ്കിൽ പോലും കെ ബാബുമായിട്ട് അങ്ങനെ ഒരു കമ്പാരിസൺ വന്ന സമയത്ത് 5 വർഷം വീട്ടിൽ തന്നെ ഇരുന്ന ഒരാൾക്ക് പിന്നെ തിരിച്ചു വരുമ്പോൾ പോപ്പുലാരിറ്റിയുടെ ഡിഫറൻസ് വന്നപ്പോഴാണ്. പോപ്പുലാരിറ്റി ഡിഫറൻസ് വന്നാൽ മാത്രമല്ല കെ ബാബു വളരെ സൈലൻ്റായി. കെ ബാബുവിനോട് തന്നെ ഒരു സിമ്പതി ആ സമയത്ത് ആൾക്കാർക്ക് വരികയും അങ്ങനെയാണ് ആ ഒരു ഇടത് തരംഗത്തിൽ സ്വരാജ് തോക്കുന്നത്. കാരണം ഇപ്പം നമുക്ക് ക്ലീനായിട്ട് പറയാൻ സാധിക്കും LDFോ UDFോ ജയിച്ചാൽ പോലും വളരെ കീനായി നമുക്ക് BJPയുടെ വോട്ടുകൾ, BJPക്ക് എന്തുമാത്രം വോട്ടുകൾ കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും LDFന്റെ അല്ലെങ്കിൽ UDFന്റെ കാൻഡിഡേറ്റിന്റെ വിജയം എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് ഈ തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ പഴയ കൊച്ചി മേയർ അനിൽകുമാർ ആയിരിക്കാം സ്ഥാനാർത്ഥി LDFന്റെ വരുന്നത്. UDFന്റെ ഒരുപക്ഷെ രമേശ് പിഷാരടിയോ രാജു P നായരോ. ബാബു ഇനി മത്സരിക്കില്ല. ബാബു തന്നെ പരസ്യമായി ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നി കാണും ഈ തവണ അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നെയും UDF തരംഗത്തിന്റെ പുറത്ത് ഒരുപക്ഷെ UDF ട്രെൻഡ് ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം വിജയിക്കുമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് തന്നെ തോന്നി കാണും സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നി. അത് വളരെ വയസ്സായിട്ടൊരു തീരുമാനം കൂടിയാണ്. കാരണം അദ്ദേഹത്തിന് തന്നെ പറയാം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് കഴിഞ്ഞാൽ 100% ജയിക്കും. കാരണം ഈ ഒരു ട്രെൻഡ് ഉണ്ട്. വളരെ ഈ ട്രെൻഡ് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളും കൂടിയാണ് കെ ബാബു എന്ന് പറയുന്നത്. എന്നിട്ടും ആ സമയത്ത് അദ്ദേഹം മാറി പുതിയൊരാൾക്ക് വേണ്ടിയിട്ട്. അത് അദ്ദേഹം വളരെ നല്ല തീരുമാനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 കാൻഡിഡേറ്റ്സും പുതിയ ആൾക്കാർ വരുമ്പോൾ ജനം ആരെ ചൂസ് ചെയ്യും? ഈ ട്രെൻഡ് ഉണ്ടെന്ന് പറയുമ്പോഴും LDF സ്വാധീനം കൂടുതലുള്ള നിയോജക മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ കാൻഡിഡേറ്റ് ആരായാലും സ്വരാജ് നിൽക്കുമെന്ന് തോന്നുന്നില്ല. ആരായാലും ആ മണ്ഡലത്തിൽ കമ്പയർ ചെയ്യാൻ പോകുന്നത് കെ ബാബുവായിട്ടായിരിക്കും. എന്തായാലും കെ ബാബു നിർത്തുന്ന UDFന്റെ കാൻഡിഡേറ്റ് ആരായാലും കെ ബാബു നിർത്തുന്ന കാൻഡിഡേറ്റ് ആയിരിക്കും മത്സരിക്കുന്നത്. മത്സരിച്ചാലും വളരെ ടൈറ്റ്, നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അടുത്ത മണ്ഡലം കാട്ടാക്കടയാണ്, തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട. അതും വളരെ ഒരു രസകരമായ മണ്ഡലമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയും. നമ്മൾ ഇന്നടുത്ത 3 മണ്ഡലങ്ങളിൽ വേപ്പൂരൊഴിച്ച് BJPയുടെ വോട്ട് ബേസ് അല്ലെങ്കിൽ BJPക്ക് വളരെയധികം സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് നമ്മളിന്ന് കൂടുതലും സംസാരിച്ചത്. അതുപോലെ തന്നെയാണ് പറയാനുള്ളത് BJP കാട്ടാക്കട. ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ യഥാർത്ഥ ത്രികോണ മത്സരം സംഭവിക്കുന്ന നിയോജക മണ്ഡലം ങ്ങളിലൊന്ന് കാട്ടാക്കട തന്നെയായിരിക്കും. ഇത്തവണ കറക്റ്റ് ത്രികോണ മത്സരം എന്താണെന്ന് കേരളം അറിയാൻ പോകുന്ന ഒരു നിയോജക മണ്ഡലമായിരിക്കും കാട്ടാക്കട എന്ന് പറയുന്നത്.
പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സതീഷ് നല്ലൊരു ഭൂരിപക്ഷം വളരെ നല്ല ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അത് LDF തരംഗം MLA പോപ്പുലർ ആകുന്നതിൻ്റെ കൂടെ തരംഗം കൂടെ അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ MLA വിജയിക്കും. പക്ഷേ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് ഇപ്പം റാണി രാജീവ് പ്രകാരം വർഷങ്ങളായി വിജയിച്ചു, അല്ലെങ്കിൽ പറവൂര് സതീശൻ വിജയിക്കുന്നു. അത് ഒരു മധ്യ ഏരിയകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, മധ്യ തിരുവിതാംകൂർ അല്ലെങ്കിൽ സെൻട്രലിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാളൊരു മണ്ഡലം കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് തന്നെ മണ്ഡലമാവും. പക്ഷേ ഈ തെക്കൻ ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ കോൺസ്റ്റിറ്റ്യുവൻസീസ് എപ്പോഴും ട്രെൻഡിനൊപ്പം അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൊപ്പം നിൽക്കുന്ന നിയോജക മണ്ഡലങ്ങളാണ്. അവിടെ നമുക്ക് വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. വ്യക്തികൾ ഒരുപാട് നല്ല, അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ പ്രാധാന്യം നമുക്ക് പറയേണ്ടത് നെയ്യാറ്റിക്കര, പാഠശാല പോലെയുള്ള ഒരു ബെൽറ്റുകളും കുറച്ച് മലയോര പ്രദേശവും പിന്നെ കുറച്ച് കോസ്റ്റലും അങ്ങനെയൊക്കെ വരുന്ന പ്രദേശങ്ങളിലാണ് കൂടുതലും ഈ വ്യക്തികൾക്ക് ഭയങ്കര സ്വാധീനമാണ്. ഈ നഗരമണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ നിയമം നമുക്ക് വേറൊരു കേസായിട്ട് നിർത്താം. പക്ഷെ ബാക്കിയുള്ള നഗരമണ്ഡലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ട്രെൻഡിന് അനുകൂലമായിട്ട് MLA-മാരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴും ട്രെൻഡും കൂടെ അനുകൂലമാണ്. ആ ട്രെൻഡും കൂടെ അനുകൂലമാകുമ്പോൾ മാത്രമാണ് ഈ മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ളത്. ഇത്തവണത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഒരു UDF ട്രെൻഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമെങ്കിലും ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ സതീഷിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ കുറച്ച് ഭൂരിപക്ഷം കുറയെന്ന് വെച്ചാൽ നെക്ക് ടു നെക്ക് മത്സരമായിരിക്കും. അതേസമയം PK കൃഷ്ണദാസ് കഴിഞ്ഞ 2 തവണ മത്സരിച്ച് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് എത്തിയ മണ്ഡലമാണ്. അപ്പം 2ാം സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം എത്തി. ഇപ്പം BJPക്ക് വളരെ ശക്തമായി കുറച്ച് കാലങ്ങളിലായിട്ട് ആ മണ്ഡലത്തിൽ നല്ലൊരു വോട്ട് ബേസ് ഉണ്ട്. ആ വോട്ട് ബേസ് അതേപോലെ തന്നെ നിൽക്കുന്നു. അതേസമയം ഇത്തവണ UDF-ന്റെ ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ, UDF-ന്റെ കാൻഡിഡേറ്റ് ആരാവും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ UDF കാൻഡിഡേറ്റ് വരുമ്പോൾ UDF-ന് ട്രെൻഡായിട്ട് നിൽക്കുമ്പോൾ ഈ അവിടുത്തെ ജനങ്ങൾ തന്നെ വളരെ നല്ല രീതിയിൽ കൺഫ്യൂസ് ആകും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 3 മുന്നണികൾക്ക് ഈക്വലി വിജയിക്കാൻ സാധ്യതയുള്ള നിയോജകമണ്ഡലങ്ങളിലൊന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടാക്കടയാണ്. എനിക്കിപ്പോൾ വേണമെങ്കിൽ നിയമത്തെ പറ്റി പറയുമ്പോൾ അവിടെ ഒരു LDF BJP മത്സരത്തിൻ്റെ സാധ്യത ഉണ്ട്. സാധ്യത വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മഞ്ചേശ്വരത്തെ പറ്റി നമ്മൾ പറഞ്ഞപ്പോഴും അവിടെ UDF BJP മത്സരമാണ് വരാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇന്ന് തൃപ്പൂണിത്തുറയെ പറ്റി പറഞ്ഞപ്പം BJPയുടെ വോട്ട് ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ കാട്ടാക്കടയെ പറ്റി പറയുമ്പോൾ 3 പേരും ഒരേപോലെയാണ്. ആർക്ക് വേണമെങ്കിലും ഇപ്പം 3 പേരും ഒരേപോലെ എന്ന് പറയുമ്പം UDF-ന് ഇവിടെ ഒരു ബേസ് വരുന്നത്, UDF-ന്റെ ഒരു കാൻഡിഡേറ്റ് നല്ലതായിരിക്കണം. രണ്ടാമതായിട്ട് വരുന്നത് UDF ട്രെൻഡ് പൊതുവെ വന്നിട്ടുണ്ട്. ട്രെൻഡിന് അനുകൂലമായി നിൽക്കുന്ന തെക്കൻ ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ട്രെൻഡ് UDF-ന് അനുകൂലമാണെങ്കിൽ ഒരു പരിധി വരെ UDF-നും LDF-ന്റെ കുറച്ച് വോട്ടുകൾ കിട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട്. BJP പക്ഷേ അവരുടെ വോട്ട് ഇത്തവണ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ നിർത്തും. അപ്പം അങ്ങനെ വരുമ്പോൾ 3 പേരും ബലാബലം നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമായിരിക്കും ഈ കാട്ടാക്കടയെന്ന് എനിക്ക് പറയാൻ സാധിക്കും. വളരെ ടൈറ്റായിട്ടുള്ള ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഈ ഇലക്ഷൻ്റെ കൗണ്ടിങ് വരുമ്പോൾ ഈ മണ്ഡലത്തെ പറ്റിയിട്ട് എങ്ങനെയായിരിക്കും പറയുന്നതെന്നായിരിക്കും. കാരണം 1000 വോട്ടുകൾക്ക് ചിലപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ LDF മുന്നിൽ നിൽക്കുന്നു എന്ന് പറയും, ചിലപ്പോൾ 3ാമത്തെ റൗണ്ടാകുമ്പോൾ BJP കയറിയെന്ന് പറയും, 4ാമത്തെ റൗണ്ടിൽ ചിലപ്പോൾ UDF വന്നെന്ന് പറയും. അങ്ങനെ നെക്ക് ടു നെക്ക് ലാസ്റ്റ് കഴിഞ്ഞ തവണത്തെ തൃശ്ശൂർ ഇലക്ഷൻ ഓർക്കുന്നില്ലേ, അതുപോലത്തെ നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമായിരിക്കും കാട്ടാക്കട എന്നാണ് എനിക്ക് തോന്നുന്നത്. 4 ശക്തമായ മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ധാരാളം മണ്ഡലങ്ങളെക്കുറിച്ച് വിശകലനം ഞങ്ങൾ നടത്തുന്നതാണ്. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. കൂടാതെ ജോയലിന് അതൊരു വലിയ പ്രോത്സാഹനമാവും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു എപ്പിസോഡുമായി കാണാം, മറ്റ് 4 മണ്ഡലങ്ങളുമായി കാണാം അല്ലേ. താങ്ക് യു, നന്ദി.